ഹലോ മച്ചാമാരെ, അപ്പം നോക്കണം. ഇതൊരു സി എസ് മാച്ച് തരാനൊക്കെ ആയിരുന്നു. സി എസ് മാച്ചിനകത്ത് ഇതിനകത്തൊരു ഹേക്കറായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിഞ്ഞില്ല അവൻ ഹേക്കറായിരിക്കുമെന്ന്. നിങ്ങൾക്ക് മാച്ചിൻ്റെ പകുതി എത്തുമ്പോഴേക്കും മനസ്സിലാവും. കാണിച്ചു തരാം. ആദ്യം ആളെ എലിമിനേഷൻ ഇട്ട് കാണിക്കാം. ഓക്കെ, ആളെ എലിമിനേഷനായി ഇട്ട് കാണിച്ചു തരാം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് മാത്രം എടുത്ത് കാണിച്ചു തരാം. ഒരു പ്ലെയറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വണ്ടി ഞാൻ അടി വാങ്ങിച്ച് ചത്ത്. നോക്കുകയാണെങ്കിൽ ഇവിടെ ചെക്സ്മേറ്റ് കൈ കിട്ടിയപ്പോഴേക്കും നമ്മുടെ ടീമേറ്റിനെ ആരോ പ്ലക്കാനായിട്ട് പോയി. പിന്നെ അവനെ ഞാൻ പ്ലക്കി വിട്ടു. അവനെ അടിച്ചിട്ട് നേരെ വന്നപ്പോഴേക്കും കാണിച്ചൊരു ഏക്കറായിരുന്നു. ഏക്കറാണോ ഗ്ലിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. അത് നേരെ ഓടി വരും. ഒരു ഒരുത്തനെ ഇപ്പം കണ്ടില്ല, തച്ചുപോയി. അവനായിരുന്നു സാധനം കയറ്റിയ ഏക്കറായിരുന്നു വെച്ചാൽ. അവനെ അടിച്ചിട്ട് ട്രിപ്പിൾ എടുത്ത് ഞാൻ നോക്കണമെങ്കിൽ ആ വീണ്ടും ഏക്കറിനെ കൈ കിട്ടി. ഒരുപാടെൻ്റെ എച്ച് പി കാര്യങ്ങളൊക്കെ പോലെ സ്കോപ്പ് ചെയ്ത് പിന്നെ അവനൊരു ഇത് അടിച്ചിട്ട് എച്ച് പി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് കയറപ്പോഴേക്കും മറ്റൊരു ഞാൻ അടിച്ച് ഡൗൺ ആക്കി. ടീമേറ്റ് ഒരുവിധം കളി എടുത്ത് തന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ പൂക്കലായിരുന്നു. എനിക്കത് വിട്ട് നമ്മൾ കളി പോലായിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ ഇതൊക്കെ കയറും പ്രീസിൽ കയറും. പിന്നെ സ്കില്ലൊക്കെ എടുക്കും. ഇവനെ അടിച്ച് ഡൗൺ. എൻ്റെ ഈസാവാറായിരുന്നു. അവനെ അടിച്ച് ഡൗൺ അവനെയും വന്നു ഇവനെയും. എന്നിട്ട് ആ കളി നമ്മൾ മണ്ട ടീമേറ്റ് കൊണ്ട് കളഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചാൽ ഇവിടെയും കളി പോകുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ഹാക്കറിനെ അടിച്ചത് വീണ്ടും നമ്മളെ ഈ കളിയും കൂടെ പോയി. അങ്ങനെ 3-3 ലാസ്റ്റ് വട്ടമായിപ്പോയി. ഒരു വിധം ഡൗൺ കിട്ടി എനിക്ക്. ഉടനെ ഇതിട്ടപ്പോഴേക്ക് എനിക്കൊരു ഡൗൺ കിട്ടി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഇവിടോട്ടേക്ക് വന്നപ്പോഴേക്ക് ഇവിടെ നല്ല ഡാമേജ്. ഒരുത്തരം അടിച്ചിട്ട് ഒരു മണ്ട അവിടെ നിന്ന് അടിച്ചോളൂ. 2 ഗോളിട്ട് അവനെ പോയി അടിച്ചുകൊണ്ട് അവനെ ഡൗൺ ആക്കിയത്. മണ്ടന്മാരാണെന്ന് തോന്നുന്നു. ചറവറ ഡൗൺ ആയിക്കോട്ടെ. ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ലാസ്റ്റ് കാണിച്ചു തരാൻ. അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് അമ്മമാർ കളിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റാണെങ്കിൽ ഇവിടെ മെഡും അടിച്ചു. ഞാൻ അവിടെയാണ് ചോദിച്ചാൽ അവിടെ ഞാൻ ഫ്രീസ് എറിഞ്ഞു. ഇവിടെ ഇനിമയെ കണ്ടില്ല ഞാൻ. ഇവിടെ വല്ല വായിക്കും ഞാൻ. അങ്ങനെ ഇവിടെയും പോയി നോക്കിയപ്പോൾ ഇവിടെ ഇനിമയില്ല. ഇവിടെ ഒരിടത്ത് ടീമേറ്റാണ് പിറകിൽ. ഇവിടെ സോണ്. പിന്നെ എനിക്ക് സാധനം മനസ്സിലായി. മറ്റേ സാധനം ഉപയോഗിച്ച് അവനെ ഗ്ലിച്ച് ചടിയിൽ പോയിട്ട് അവിടെ നിന്ന് അടിക്കാൻ ഹാക്കറാണ്. മെഡ് നിന്ന് ആ സോണിൽ കയറി ഭാഗ്യം എലിമിനേറ്റ് ആയിപ്പോയി. എലിമിനേറ്റ് ആയപ്പോഴേക്കും നമുക്ക് 3 സ്ട്രൈക്കിൽ കഷ്ടപ്പെട്ട് റാൻഡം പ്ലേസിനോട് പുഷ് ചെയ്ത് കയറ്റിയ കളിയായിരുന്നു. അവരാണെങ്കിൽ 6 സ്ട്രൈക്കൊക്കെ ഉള്ള പ്ലെയറായിരുന്നു. ഒരു ഓൾഡാണ് വെച്ചാൽ. ഇപ്പോൾ കളിയൊക്കെ നിർത്തി പിന്നെ റീമാച്ച് അടിച്ച് വന്നതാണ്. എന്തായാലും ഹാക്കറൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് വരാം. ഗെയിമിങ് വന്ന ഇവനല്ല. ഇവൻ ഹാക്കറിൻ്റെ കൂടെ കണ്ടോ പുഷ് ചെയ്യുന്ന ഇവന്മാരൊക്കെ ഉണ്ടോ. ഇവൻ ഹാക്കറിനോട് പുഷ് ചെയ്യുന്ന 60 സ്റ്റാറൊക്കെ അടിച്ചാണ് ക്ലിയർ. ടീം കാലനോ എടാ മലയാളി ഏക്കർ. ഇവൻ മലയാളി ഏക്കറുടെ BNL ഈസ് ബാക്ക് ബ്രോ. എടാ അവനെ ഫ്രണ്ട് ആക്കണമല്ലോ എങ്ങനെയെങ്കിലും. കാലൻ മലയാളികൾ അവരെയൊക്കെ പച്ചയ്ക്ക് കൈ കിട്ടുമെങ്കിൽ തെറി വിളിച്ചാൽ മതി. ഇനി ഹിന്ദി തെറി വിളിക്കണം. കണ്ടോടെ ഹേക്ക് ഉപയോഗിച്ചാടാ നാറ് എന്നെ നായിൻ്റെ മുൻ കളിക്കുന്നേ. ഹെഡ്ഷോട്ട് റേറ്റ് കാണിച്ചില്ല. CS ഹെഡ്ഷോട്ട് റേറ്റ് എന്താ 0.0 ആണ്. ഹെഡ്ഷോട്ട് റേറ്റ് ഒന്നും അവനില്ല. 0 ഹെഡ്ഷോട്ട് ചെയ്തിട്ടില്ല. എന്താ സിലെങ്കിലും കാണാതിരിക്കത്തില്ല. ഇത്രയൊക്കെ ഇല്ലല്ലേ അവന് ഹെഡ്ഷോട്ട് റേറ്റ്. 32 ഹെഡ്ഷോട്ട് റേറ്റ് ഉണ്ട് BNL. അണ്ടർഗ്രൗണ്ട് ചെയ്തതിൻ്റെ ടീമായിട്ട് അടിച്ചുകൊണ്ട് ആ ഗെയിം പ്ലേ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്ന നമുക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കും. നമ്മളപ്പോൾ ബൈ ഗൈസ്.